ഒരു ബോട്ടണിക്കാരൻ്റെ ഇപ്പോൾ കണ്ടതുകൊണ്ട് സന്തോഷം. ഈ ബോട്ടണി എന്ന് പറയുന്ന സബ്ജക്റ്റ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിന്നെ മെഡിസിൻ കൊടുക്കണം, വീട്ടിലെ മൂത്ത പോലായി മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടണിയും ഫുൾ കെമിസ്ട്രി എടുത്തു പോയി. പ്രീ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ബാച്ചാണ്. എൻ്റെ കൂടെയുള്ള അധികമായി വിളിക്കുക 67 പാസ്സായതുകൊണ്ട് എല്ലാവരും എൻ്റെ ജൂനിയേഴ്സാണ്. എസ് ബി കോളേജിൽ ഹിസ്റ്ററി പറഞ്ഞ അനുസരിച്ച്. പക്ഷേ അന്ന് എസ് ബി കോളേജിൻ്റെ സോക്കർ ടീമിലുണ്ടായിരുന്ന ഈ പന്ത് കളിക്കാനും ഒക്കെ ഇങ്ങനെ നടന്നു നടന്നു 3ാം ക്ലാസ്സിലാണ് പാസ്സായതിൻ്റെ അപ്പൻ നടന്നു നോക്കുമ്പോൾ എടാ നിനക്ക് എന്തോ ആകണം. ഞാൻ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും നോർത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, നോർത്തിൽ പോയി MSCക്കൊക്കെ ചേർന്ന് അവർ അങ്ങോട്ട് പോകാം. നിന്നെ ഇവിടെ ആയിട്ട് നീ രക്ഷപ്പെട്ടില്ല, പിന്നെ നിന്നെ അങ്ങോട്ട് വിടാം. 69 ഞാൻ എല്ലാ നമ്മുടെ ഡിഫൻസിൻ്റെ കമ്മീഷൻ ഓഫീസർ സെലക്ഷനും പോകും. ഇൻ്റർമീഡിയറ്റ് മതിയാണ് എല്ലാം പാറുണ്ടായി ചെയ്തു. INS നോക്കമാണ് ഇവിടെ മൈസൂർ എയർ സെലക്ട് 11th SSB ഇവിടെ 3 കമ്മീഷനും പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം ചോദിച്ചു എന്താകണം നീ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് SI ആയിട്ടുള്ള അങ്ങനെ 69 SI സെലക്ഷന് ഏർപ്പെടുന്ന പേര് വന്നൊരു മനുഷ്യനാണ് ഞാൻ. നാട്ടിൽ ചങ്ങനാശ്ശേരിയിലൊക്കെ SI ചെറിയാന്ന് വിളിക്കും, പക്ഷേ കിട്ടിയില്ല എന്നുള്ളത് എനിക്കറിയാം. 25 ഓപ്പണിങ്ങുള്ള 32ാമതാണ് എൻ്റെ പേര് വന്നേക്കുന്നത്. പക്ഷെ എന്നെ ആകണമെന്ന് എൻ്റെ അപ്പൻ ചോദിച്ചോണ്ട് SI ആകണമെന്ന് പറയുന്നത് നമ്മൾ വിദേശത്ത് മധുപൂരി ഒരു ഷാപ്പുണ്ട്, നിങ്ങൾക്ക് അറിയാം. മധുപൂരി ഷാപ്പിൻ്റെ ഉടമസ്ഥൻ എന്നതാണ് ദിനേശൻ. എൻ്റെ അപ്പനും ദിനേശനും കൂടെ ഒന്നിച്ചിരുന്ന് ചീട്ട് കളിക്കുമ്പോൾ ഭ്രമി കളിക്കുന്ന കൂട്ടത്തിലാണ്. പുള്ളി 10,000 വേണമെന്ന് അപ്പം കൊണ്ട് 10,000 രൂപയും കൊടുത്തു. അപ്പോൾ ഞാൻ കിട്ടിയില്ല എന്നുള്ള നാട്ടുകാരോട് പറയാൻ പറ്റില്ല, കാശ് കൈക്കൂലി കൊടുത്ത. അങ്ങനെ 69 ചങ്ങനാശ്ശേരി ഒരു ലൈബ്രറി പറഞ്ഞ ഒരു SB കോളേജിലെ പഴയ വിദ്യാർത്ഥിയാണ് ഞാൻ. ബോംബെ വന്നു, അവിടെ ഇൻകം ടാക്സിൽ കയറി. അവിടുന്ന് ഒരു കല്യാണം കഴിച്ച് 75 കല്യാണം കഴിച്ചു. 76 അമേരിക്ക ചിക്കാഗോയിൽ വന്നു. 78 ട്യൂഷൻ വന്നു. ട്യൂഷന് 72 തൊട്ടുണ്ട്. വലിയ IAS-ഉം IRS-ഉം ഒന്നും ഇല്ലേലും ഇപ്പോഴിവിടെ ആരെങ്കിലും SK നേതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്.